കെ.വി. തോമസ് മാഷ് പാർട്ടിയിൽ തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടി കെ.വി. തോമസിന്റെ കഴിവ് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചെറുതല്ല, വളരെ വലുതാണ്. അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നടക്കുന്ന ചർച്ച, ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണല്ലോ. ഏതായാലും ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. തോമസ് മാഷെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സീനിയറായ പരിചയസമ്പന്നനായ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടി വിവിധ തലങ്ങളിൽ വിനിയോഗിക്കും. കെ.വി. തോമസ് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ സമുന്നതനായ നേതാവാണ് കെ.വി. തോമസ്. ഉന്നത പദവികൾ വഹിച്ചുകൊണ്ട് പാർട്ടിയിൽ തന്നെ കെ.വി. തോമസ് നിൽക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളതെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പ്രതികരിച്ചു. കെ.വി. തോമസ് വളരെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിന് എന്നും സഹായിയായി നിന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രയോജനകരമായ പ്രവർത്തന രംഗത്തുണ്ടാകും. അങ്ങനെ വളരെയേറെ സംഭാവനകൾ കോൺഗ്രസിനും നാടിനും നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നും കോൺഗ്രസിനോട് ഒപ്പമായിരിക്കും. അദ്ദേഹത്തെ ഒരു വിധത്തിലും അവഹേളിക്കാനോ ഒന്നും ആരും തയ്യാറാകത്തില്ല. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് കിട്ടും. യഥാർത്ഥത്തിൽ ഒരു സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുള്ളൂ. മറ്റു മൂന്നും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. കെ.വി. തോമസിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ പാളുന്നു. എന്തിനീ നാടകമെന്ന് ചർച്ചയ്ക്കെത്തിയ രമേശ് ചെന്നിത്തലയോട് കെ.വി. തോമസ്. സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാനായി. സന്തോഷ്, നിരവധി ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് കെ.വി. തോമസിനെ അനുനയിപ്പിക്കാൻ. എന്നാൽ ഇതൊക്കെ പാളുന്ന കാഴ്ചയാണോ ദില്ലിയിൽ കണ്ടത്? ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയോട് കെ.വി. തോമസ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായോ? ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണോ കെ.വി. തോമസ്? മനു, ഞാൻ ഇപ്പോഴും ഉള്ളത് കെ.വി. തോമസിന്റെ വസതിയിലാണ്. ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടിയാണ് രമേശ് ചെന്നിത്തല ഈ വസതിയിലെത്തി കെ.വി. തോമസുമായി കൂടിക്കാഴ്ച നടത്തിയത്. അനുനയ നീക്കവുമായി എത്തിയ രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ.വി. തോമസ്. അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹം രമേശ് ചെന്നിത്തലയോട് തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത്തരമൊരു നാടകം തന്റെ മുമ്പിൽ കളിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്ന് രമേശ് ചെന്നിത്തല കെ.വി. തോമസിന്റെ ഈ ദേഷ്യത്തിൽ അല്പസമയം വികാരാധീനായി. അദ്ദേഹത്തിന്റെ കണ്ണീർ പൊടിഞ്ഞു. പക്ഷെ തുടർന്ന് കെ.വി. തോമസ് അദ്ദേഹത്തോട് പറഞ്ഞത്, നമ്മൾ രണ്ടും ഒരേ കളരിയിൽ നിന്ന് വന്നവർ തന്നെയാണ് എന്ന് തന്നെ. കാരണം നേരത്തെ കെ കരുണാകരന്റെ വിഭാഗത്തിലുണ്ടായിരുന്നതാണ് കെ.വി. തോമസ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നാടകമൊന്നും വേണ്ട. തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഐ ഗ്രൂപ്പാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ വ്യക്തമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് കെ.വി. തോമസ് രമേശ് ചെന്നിത്തലയോട് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്തായാലും അതോടുകൂടി അനുനയ നീക്കം പാളി രമേശ് ചെന്നിത്തലയ്ക്ക് മടങ്ങേണ്ടി വന്നു. ഏകദേശം അരമണിക്കൂറോളമായിരുന്നു അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടന്നത്. ഇതിനിടയിൽ ഹൈക്കമാൻഡ് നേതൃത്വം പലതവണ കെ.വി. തോമസുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ രാവിലെ എറണാകുളത്ത് UDFന്റെ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ വരവ്. പക്ഷേ കെ.വി. തോമസ് ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞു. നിലവിലെ സാഹചര്യം അതിന് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ നാളത്തെ UDF കൺവെൻഷനിൽ നിലവിലെ സിറ്റിംഗ് MP ആയ കെ.വി. തോമസ് പങ്കെടുക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അത്തരൊരു നീക്കം പ്രതീക്ഷിച്ചില്ല. കാരണം നാളത്തെ ആ UDF കൺവെൻഷനിൽ തന്നെ തന്റെ എതിർപ്പ് കെ.വി. തോമസ് പ്രകടിപ്പിക്കുകയാണ്. പങ്കെടുക്കില്ല. അതിൽ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ശ്രമവും പാളിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വം അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചില സൂചനകൾ അദ്ദേഹത്തിന് നൽകിയത് പ്രകാരം എറണാകുളത്ത് നിയമസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാം, അല്ല എങ്കിൽ AICCയുടെ ജനറൽ സെക്രട്ടറി പദവി നൽകാം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിയാണ് വെച്ച് നീട്ടിയിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഗവർണർ സ്ഥാനം. അത് UP വീണ്ടും അധികാരത്തിലെത്തിയാൽ ഗവർണർ സ്ഥാനം, UDFന്റെ കൺവീനർ, അല്ലെങ്കിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ്, ഇതിലേതെങ്കിലും ഒരു സ്ഥാനം തിരഞ്ഞെടുക്കാം എന്നാണ് കെ.വി. തോമസിനോട് ഈ ഹൈക്കമാൻഡ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയേറെ വിലപ്പെട്ടതാണ് കെ.വി. തോമസ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. എറണാകുളത്തും മറ്റ് ലത്തീൻ കത്തോലിക്ക സമുദായമാകട്ടെ ക്രിസ്ത്യ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാകട്ടെ കെ.വി. തോമസ് ഇല്ലാതെ മത്സരിക്കാനായില്ല. അവിടങ്ങളിലൊക്കെയുള്ള UDF സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയെ അത് ബാധിക്കുമെന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അനുനയ നീക്കം അദ്ദേഹത്തോട് നടത്തുന്നത്. പക്ഷെ എന്തായാലും അതിനോട്
ഇതിനോടൊന്നും അദ്ദേഹം ഇപ്പോഴും കീഴടങ്ങിയിട്ടില്ല. പൂർണ്ണമായും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും കെവിൻ തോമസ്. ഇതിനിടയിലാണ് BJP നേതൃത്വം അദ്ദേഹത്തിനൊപ്പം കൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ അനുകൂലമായൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല, തള്ളിക്കളയുന്നുമില്ല. പല നേതാക്കളും ഇടപെടുന്നുണ്ട്. കുമ്മൻ രാജശേഖരൻ ഇടപെടിവിക്കാതെ പറയുന്നു, കേന്ദ്ര നേതൃത്വം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ അത്തരം ഓഫറുകളോടൊന്നും അനുകൂലമായ ഒരു തീരുമാനവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തോടും പ്രത്യേകിച്ച് സംസ്ഥാന ഘടകത്തിലെ വിഭാഗത്തോടും കെവി തോമസ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. മനു. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കെവി തോമസിനെ അനുനയിപ്പിക്കാനെത്തിയ ചെന്നിത്തലയ്ക്ക് നേരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എന്തിനാണ് ഇത്തരത്തിലുള്ള നാടകം എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. യാതൊരു വിധത്തിലുള്ള ഓഫറുകളും തന്റെ മുന്നിൽ വെക്കേണ്ടതില്ല എന്നും കെവി തോമസ് ചെന്നിത്തലയോട് വളരെ ദേഷ്യത്തിൽ അറിയിച്ചു. അതേസമയം കെവി തോമസ് താൽപര്യം അറിയിച്ചാൽ ചർച്ച ചെയ്യുമെന്ന് ശ്രീധരൻ പിള്ള. ഇപ്പോൾ സ്വാഗതം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും ശ്രീധരൻ പിള്ള പറഞ്ഞു. കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ പൂർണ്ണമായ ജീർണതയാണ് ഓരോ നിമിഷവും വെളിവായിക്കൊണ്ടിരിക്കുന്നത്. കെവി തോമസ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന മന്ത്രി എന്ന നിലയിലും PSC ചെയർമാൻ എന്ന നിലയിലും എല്ലാം അറിയപ്പെടുന്നയാളാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. കോൺഗ്രസിലെ ഓരോ ചലനങ്ങളും സശ്രദ്ധം BJP വീക്ഷിച്ചു വരികയാണ്. കെവി തോമസിൻ്റെ കാര്യത്തിലും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമെല്ലാം അത് ഞങ്ങൾ വീക്ഷിച്ചു വരികയാണ്, സശ്രദ്ധം വീക്ഷിച്ചു വരികയാണ്. ഞങ്ങളുമായിട്ടൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിലും സീറ്റ് തർക്കങ്ങളിലും തട്ടി BJP സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിൽ. ഇന്നലെ കേരള നേതാക്കൾ ദേശീയ നേതൃത്വവുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളം ഉൾപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു. വിവരങ്ങളുമായി ശരത്ത് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം, പത്തനംതിട്ട അടക്കമുള്ള സീറ്റുകൾക്കായി BJPക്കുള്ളിൽ നടക്കുന്ന വടംവലി, ഇതൊക്കെ കാരണം ഇപ്പോഴും അനിശ്ചിതമായി നീളുകയാണോ BJPയുടെ സ്ഥാനാർത്ഥി നിർണയം? തീർച്ചയായും മനു, BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന് കുറെ കൂടി ആക്കം കൂട്ടുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. കെവി തോമസ് MPക്ക് എറണാകുളത്ത് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് BJP നേതാക്കന്മാർ കെവി തോമസിനെ BJPയിലേക്ക് എത്തിച്ചുകൊണ്ട് എറണാകുളത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര തലത്തിൽ സജീവമാക്കുകയും ചെയ്തതോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും BJP നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സീറ്റിൽ 4 നേതാക്കന്മാർ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം കടുപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം 1ാം ഘട്ട ചർച്ച നടന്നതിന് ശേഷവും ഈ അവകാശവാദത്തിൽ നിന്നും ഒറ്റ നേതാക്കന്മാരെ പോലും പിന്മാറാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ തൃശൂർ സീറ്റിന്റെ കാര്യത്തിലാകട്ടെ തുഷാർ വെള്ളാപ്പള്ളി BDJS സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം പറയാത്തതിൽ BJP നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട്. അതിനെ തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ള തുഷാർ വെള്ളാപ്പള്ളിയുമായി ഇന്ന് ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു തീരുമാനം അറിയാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് ശേഷം മാത്രമായിരിക്കും തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ എന്ത് രീതിയിലുള്ള നീക്കുപോക്ക് നടത്തണമെന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. തൃശൂർ സീറ്റിലേക്ക് കെ സുരേന്ദ്രനെ പരിഗണിച്ചുകൊണ്ട് PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിലേക്ക് മത്സരിപ്പിക്കുക എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യാനുള്ള നീക്കം ആണ് നടക്കുന്നത്. എന്നാൽ PS ശ്രീധരൻപിള്ളയെ ഒരു കാരണവശാലും പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് ബഹുഭൂരിഭാഗം നേതാക്കന്മാരും ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ഒരു സാഹചര്യമാണ് സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഇത് കൂടാതെ കെവി തോമസിന്റെ വിഷയത്തിലേക്ക് കൂടി പരിഗണനയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ എറണാകുളം സീറ്റ് BDJSനാണ് നൽകിയിരിക്കുന്നത്. ആ BDJSുമായി ഇന്ന് BJP നടത്തുന്ന ചർച്ചയിൽ ഈ BDJSന്റെ സീറ്റ് എറണാകുളത്തിന്റേത് ഏറ്റെടുക്കേണ്ടതായി വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ പരിഗണിക്കേണ്ടുന്ന സാഹചര്യം എറണാകുളത്ത് ഉണ്ടാകുമോ എന്നും അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതേസമയം തന്നെ ഈ രീതിയിൽ നേതാക്കന്മാർ തമ്മിൽ സീറ്റിന് വേണ്ടിയുള്ള വലിയ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ ഇത് പരിഹരിച്ചുകൊണ്ട് ഈ ഒരു തർക്കം പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനാകും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ കുഴക്കുന്നത്. മനു. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. BJP സ്ഥാനാർത്ഥി നിർണയ പട്ടിക തീരുമാനമാകാതെ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി
തൃശൂരിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, ഒപ്പം തന്നെ വിവിധ സീറ്റുകൾക്ക് വേണ്ടി ബി.ജെ.പി. നേതാക്കൾ തമ്മിൽ നടത്തുന്ന വടംവലി, പ്രത്യേകിച്ചും പത്തനംതിട്ട അടക്കമുള്ള സീറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന വടംവലിയും ഒക്കെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കുന്നത്. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി അൻസിയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക റൂട്ട്സ് ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഹൈക്കമ്മീഷണർ ന്യൂസിലൻഡ് പോലീസ് അധികൃതരുമായി സംസാരിച്ചു. 24 മണിക്കൂറിനകം മൃതദേഹം വിട്ടു നൽകുമെന്നാണ് പോലീസ് അധികൃതർ ഹൈക്കമ്മീഷണറെ ഇന്ന് രാവിലെ അറിയിച്ചത്. മൃതദേഹം വിട്ടുകൊടുത്താൽ 4 ദിവസത്തിനകം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് നോർക്ക റൂട്ട്സ് അധികൃതർ അറിയിച്ചു. ഇനി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന ബി.ജെ.പി. എംപിയുടെ പരാമർശം സംഘപരിവാർ മനസ്സിലിരിപ്പെന്ന് എം.എ. ബേബി. മനസ്സിലുള്ള കാര്യം ഫ്രോയിഡിയൻ സ്ലീപ്പിലൂടെ പുറത്തു വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ മോഡി ജയിച്ചാൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് ബി.ജെ.പിയുടെ എം പി തന്നെ സാക്ഷി മഹാരാജ് തന്നെ പറയുകയാണ്. അവരുടെ ഉള്ളിലിരിക്കുന്നത് ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്ന പോലെ ചിലത് അവരുടെ ചിന്തയിലോ സ്വപ്നത്തിലോ ആഗ്രഹങ്ങളിലോ ഉള്ളത് വാചകങ്ങളായിട്ട് ചിലപ്പോൾ കടന്നു വരും. പിന്നെ അവർ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നവരുടെ ഒരു വാചകം നമുക്ക് അധികം താമസിയാതെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഷീജ നൽകും വിശദാംശങ്ങൾ. ഷീജ, ഇന്നലെ സാക്ഷി മഹാരാജാണ് പറഞ്ഞത് 2024 ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. അതായത് മോദി അധികാരത്തിൽ വന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, ഇത് മോദി സുനാമിയാണ്, തൂത്തുവാരും, അതിനുശേഷം പിന്നെ മോദി അങ്ങ് ഭരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ മനസ്സിലൊക്കെ വയ്ക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യം അറിയാതെ പുറത്തു വന്നുപോയൊരു മാനസികമായ അവസ്ഥ എന്ന് ഉപമിച്ചുകൊണ്ടാണോ എം.എ. ബേബി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്? തീർച്ചയായും മനു, നമ്മുടെ ന്യൂസ് ഡയറക്ടറായിട്ടുള്ള NPC നടത്തിയ അന്യോന്യം എന്ന ഇന്റർവ്യൂ പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിലവിൽ സംഘപരിവാറിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ, അവർ മുഴുവൻ സമയവും എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ മനസ്സിൽ സ്വപ്നം കാണുന്നത്, അത് അറിയാതെ പുറത്തു വന്നു പോയതാണ്. ആ കാര്യമാണ് ഏതായാലും ഇപ്പോൾ ബി.ജെ.പിയുടെ MP ആയിട്ടുള്ള സാക്ഷി മഹാജൻ പറഞ്ഞിരിക്കുന്നത്. അത് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നാണ് അതിനെ പറയുക. ഇത്തരത്തിൽ മുഴുവൻ സമയവും അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്, മോദിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുക, അതുവഴി പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കുക, ആ ഒരു നിലയിലേക്ക് ഇന്ത്യയെ എത്തിക്കുക, രാജ്യത്തെ അത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സാക്ഷി മഹാജൻ നടത്തിയിട്ടുള്ള ഈ ഒരു വിവാദ പ്രസംഗം, അത് ഇതിനോടകം തന്നെ നമുക്കറിയാം വലിയ തോതിൽ വിവാദം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ തോതിൽ പല ഭാഗത്തു നിന്നായി പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആഗ്രഹമാണ് അവർ വെച്ചു പുലർത്തുന്നത്, സംഘപരിവാർ ബി.ജെ.പി. നേതൃത്വം വെച്ചു പുലർത്തുന്നതും ഇത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നതും അത് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത അത് തന്നെയാണ് എല്ലാവരിലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഷീജ, ഈ മനസ്സിലുള്ള കാര്യം അബദ്ധത്തിലൊക്കെ അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ വാചകങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതാണല്ലോ ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് ഓഫ് ടങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ ജനത്തെ നേരിടാനോ അവരുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് വോട്ട് ചോദിച്ച് ജയിക്കാനോ ഒന്നും വികസനം പറഞ്ഞാൽ ഇവർക്ക് കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവർ മനസ്സിൽ എന്നും സങ്കല്പിക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത ഒരു ഏകാധിപതി ഭരണരാഷ്ട്രം, അതാണല്ലോ അവർ സ്വപ്നം കാണുന്നത്. മോദി ഇനിയും അധികാരത്തിൽ വന്നാൽ അതുണ്ടാകും എന്നാണോ ആ സാക്ഷി മഹാരാജിന്റെ പരാമർശത്തിൽ അർത്ഥമാക്കുന്നത് എന്നാണോ NBCയുമായുള്ള അഭിമുഖത്തിൽ എം.എ. ബേബി വ്യക്തമാക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയപരമായ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതും എന്നുകൂടിയാണോ അദ്ദേഹം പറഞ്ഞു വെച്ചത്? തീർച്ചയായും മനു, CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം.എ. ബേബി അദ്ദേഹം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആ കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞതും. കാരണം എന്താണോ സംഘപരിവാറിന്റെ മനസ്സിലുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ അറിയാതെ ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന ഈ ഒരു പദം അദ്ദേഹം അതിന് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം മുഴുവൻ സമയവും അവരുടെ ചിന്ത ആ രീതിയിലാണ്, വീണ്ടും BJP അധികാരത്തിൽ വരിക,
മോദിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, തുടർന്ന് ഈ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ പോലും പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, തുടർന്നൊരു മോദി അല്ലാതെ മറ്റാരും ഈ രാജ്യം ഇനി ഭരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു ചിന്ത അത് തന്നെയാണ് അവർ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടി എന്തായാലും ഇനി അധികാരത്തിൽ വരാൻ സാധിക്കുകയില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സാക്ഷി മഹാജൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്താൻ ഇടയായത്. ഇതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം നൽകിയിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാകും ഇത്, ഭാവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ഷീജ, ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിലെ മോദി ഭരണത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വരാം, ഷീജയിലേക്ക് വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KJ ജേക്കബ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KJ ജേക്കബ്, നമ്മൾ ഇന്നലെ കണ്ടതാണ് സാക്ഷി മഹാരാജ്. എന്നും വിവാദ പരാമർശങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ സാക്ഷി മഹാരാജ്. അദ്ദേഹം പറഞ്ഞത് ഇനി മോദി അധികാരത്തിൽ വന്നാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ്. കാരണം ഇനി മോദിയുടെ കീഴിലുള്ള ഒരു വലിയ ഒരു തുടർ ഭരണമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതെ തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രോയിഡിയൻ സ്ലിപ്പ് ഓഫ് ടങ് ആണതെന്നാണ് ശ്രീ MA ബേബി അല്പസമയം മുമ്പ് പറഞ്ഞത്. അറിയാതെ മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നു പോകുന്ന മാനസികമായ ഒരു അവസ്ഥ. എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് താങ്കൾ? അത് ഈ RSS സംഘപരിവാറിന്റെ മനസ്സിലിരിപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം ചെറിയ സ്ലിപ്പുകളിൽ കൂടിയാണ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് 2019 മോദി സുനാമി വരും, അതിനുശേഷം പിന്നെ ഇലക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അത് RSSന്റെ ഒരു ചിന്തയാണ്. 1925 RSS ഉണ്ടായിട്ട് 100 വർഷം ആകുമ്പോഴത്തേക്കും പഴയ അഖണ്ഡ ഭാരതം രൂപീകരിക്കും എന്നൊക്കെയുള്ള RSS പരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥിരമായി അവരോട് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണത്. അത് നമ്മൾ ലൈറ്റായിട്ട് എടുക്കേണ്ടതില്ല, നടക്കുമെന്നുള്ളത് കൊണ്ടല്ല, അത് അവരുടെ മനസ്സിലിരിപ്പാണ് എന്ന് തന്നെ കണ്ടുവേണം നമ്മളത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ് അത് എന്ന് മനസ്സിലാക്കണമല്ലേ? അതാണ് അത് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഭരണഘടന പ്രകാരമാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടന തന്നെ പ്രശ്നമാണ്. അതിന്റെ പല പ്രശ്നങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന RSSനും സംഘപരിവാറിനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർക്ക് അവരുടേതായ ചില ധാരണകളുണ്ട്. മനുഷ്യർ എന്തിനാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വളരെ ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്. അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചോളാം. അവരുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ഈ ബഞ്ച് ഓഫ് തോട്ട്സ് ഒക്കെ എടുത്തു വെച്ച് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഈ ആൾക്കാർ എന്തിനാണ് ഓരോരുത്തർ അവരവരെ ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുനടക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഫാഷിസ്റ്റ് ചിന്തകൾ കൊണ്ടാണ് ആ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മനുഷ്യനെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഈ എന്തിനാണെന്ന് എല്ലാ മനുഷ്യരുടെ അഭിപ്രായം ചോദിക്കുന്നു. ഓരോ മനുഷ്യനും വന്നിരുന്ന് വോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്, കാര്യങ്ങൾ നമ്മളങ്ങ് തീരുമാനിച്ച പോരെ എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്. അത് എന്താണ് എന്റെ ആവശ്യം, നരേന്ദ്രമോദി തന്നെ അങ്ങ് ഭരിച്ചാൽ പോരെ, ഞങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം തന്നെയാണ്. അത് അവരുടെ മനസ്സിലിരിപ്പാണ്. പക്ഷെ അത് ഇന്ത്യയിലെ മനുഷ്യർക്ക് അത് മനസ്സിലാകും എന്നുള്ളതാണ് നമ്മളിപ്പോ കണക്കാക്കേണ്ടത്. ഇത്രയധികം പുച്ഛത്തോടുകൂടി മനുഷ്യരെ കാണുന്ന ഏതൊരു സംവിധാനത്തെയും തിരിച്ചറിയാൻ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഇന്ന് വരെ പറ്റിയിട്ടുണ്ട്. അത് 1977 തുടങ്ങി ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ അപകടകരമാണ് എന്ന ചിന്ത ഉള്ളത് കൊണ്ടല്ലേ അവർ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം മോദിയാണ് രാഷ്ട്രമെന്നാണ് അദ്ദേഹം ബാക്കി പറഞ്ഞത്. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഞാനാണ് രാജ്യം അല്ലെങ്കിൽ ഞാനാണ് അധികാരം എന്ന് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാമർശം വരുന്നത് എന്നതും വളരെ ശ്രദ്ധേയമല്ലേ ശ്രീ KJ ജേക്കബ്? നമ്മൾ ഇതുപോലത്തെ ലൂയി 14 പറഞ്ഞ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി 14 അത് നമ്മൾ ഇത്തരം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് DK ബറു എന്ന കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളതിനെ കണക്കാക്കേണ്ടത് ഈ അധികാരത്തോട് ഒട്ടി നിൽക്കുന്ന അല്ല അധികാരത്തിൽ മത്തുപിടിച്ച കുറച്ച് മനുഷ്യരുടെ ജൽപ്പനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളതിനെ കണക്കാക്കിയാൽ മതി. എന്ന് പറയുമ്പം അവരുടെ ഒരു ആഗ്രഹം അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരവിടെ വിട്ടണമെന്നില്ല, അവരതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനയോടും ജനാധിപത്യത്തോടും കൂറുള്ള മനുഷ്യർക്ക് നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഇത്തരം ജൽപ്പനങ്ങള് വൺ ഓഫ് ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോഴും
അങ്ങനെ ഒരു ചിന്ത കുറെ മനുഷ്യരുടെ മനസ്സിലെങ്കിലും ഉണ്ട്. അതിനോട് നമ്മൾ സജീവമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, അതിനപ്പുറത്തേക്ക് ഭയമൊന്നും എനിക്കില്ല കേട്ടോ. ഈ വർത്തമാനം ഇവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 2024 ശേഷം ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അകത്തുള്ള ഭയമൊന്നും എനിക്കില്ല. അത്തരം സ്വേച്ഛാധിപതികളെയും പിന്നെ ഭരണാധികാരികളെ എവിടെയാണ് ഇരുത്തേണ്ടത് എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രത്തെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയമൊന്നും ഒരിക്കില്ല. പക്ഷെ ഇത്തരം ഒരു തോട്ട് പ്രോസസ് അവരുടെ മനസ്സിൽ കൂടെ ഉണ്ട്. അതാണ് ശ്രീ കെ ജെ പ്രധാനപ്പെട്ട സാധനം. കാരണം താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ഭയമൊന്നുമില്ല എങ്കിൽ പോലും ഒരു ചെറിയ വിഭാഗത്തിന്റെയെങ്കിലും മനസ്സിൽ പോലും ഇത്തരത്തിലൊരു ചിന്താഗതി ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഒരു നമ്മളെപ്പോലെ ജനാധിപത്യ സമൂഹത്തിൽ അപകടകരമായ ഒരു സാഹചര്യം തന്നെയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? ഉണ്ട്. അപ്പൊ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ജനാധിപത്യത്തിന്റെ മേന്മയെ കുറിച്ച് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിക്കുന്നതോടൊപ്പം നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി ജനാധിപത്യം മാത്രമാണ് എന്ന് നമ്മൾ പരസ്പരം പറഞ്ഞ് വിശ്വസിപ്പിച്ചും അതിന്റെ വഴികളെ ഏറ്റവും മെച്ചമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു വെല്ലുവിളി നമുക്ക് മുമ്പിൽ. ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യമാണ് മെച്ചപ്പെട്ട വഴിയെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ജനാധിപത്യത്തിൽ അതിന്റെ വഴികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉത്തരവാദികളായ ആൾക്കാർ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ മറുപടി. അതല്ലാതെ ഇവർ പറയുന്ന ഈ അസംബന്ധത്തിന് നമ്മളെ സ്വയം വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഓരോ മനുഷ്യനെയും പ്രധാനമായി കണ്ടുകൊണ്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ധാരാളം പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ കഴിയുന്നിടത്തോളം ഇല്ലാതാക്കി ഇതിനെ കഴിയുന്നിടത്തോളം ഫലപ്രദമായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാക്ഷി മഹാരാജയോ അല്ലെങ്കിൽ ഒരു ലൂയി 14 ഒരു DK ബറുവയോ പറഞ്ഞതുകൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യമോ ലോകത്ത് ജനാധിപത്യ സങ്കല്പം ഇല്ലാതാകുന്നില്ല. അതേസമയം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഉണർവ് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അതിനെ എതിരിടാനുള്ള രാഷ്ട്രീയം കണ്ടുപിടിക്കുക, അത് പ്രയോഗിക്കുക എന്നുള്ളത് മറ്റുള്ള മനുഷ്യർക്ക് ഈ അസംബന്ധങ്ങൾക്ക് കാതു കൊടുക്കേണ്ട എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ജൽപ്പനങ്ങളെ തുറന്നു കാട്ടേണ്ട ബാധ്യത ഈ ജനാധിപത്യത്തിലും ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇല്ലേ ശ്രീ കെ ജെ ജേക്കബ്? ഉണ്ട്. ഞാൻ പറയുന്നത് പറച്ചിൽ കൂടി മാത്രമല്ല കാണിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ട്. അത് തുറന്ന് കാണിക്കുക എന്നുള്ളത് മനുഷ്യർക്ക് അത് ബോധ്യമായിക്കൊള്ളൂ. അതിനകത്ത് ഞാനതാ പറയാം, എനിക്കത് വലിയ ആകുലതകളില്ലാന്ന് ഞാൻ പറയും, എനിക്ക് ഭയമില്ലാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കഴിയുന്നിടത്തോളം മറ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സർക്കാരുകളിലേക്ക് ജോലി എന്ന് പറയുന്നത് അതല്ല. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മറുപടി കാണാനുള്ള അതിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമല്ല, അത് മറിച്ച് ഓരോ മനുഷ്യനെയും കരുതുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് ഫലത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അത് ഓരോ സ്ഥലത്തും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് അവർക്കൊരു വഴിയുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളാണ് ഓൾട്ടർനേറ്റീവ് എന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇത്തരം ജൽപ്പനങ്ങളെ പേടിക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും താങ്കൾ നേരത്തെ പറഞ്ഞ DK ബറുവയുടെ കാര്യം പറഞ്ഞ പോലെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും നരേന്ദ്രമോദി നേരിട്ടല്ല പറയുന്നത്. ഇവിടെ സംഘപരിവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ സാക്ഷി മഹാരാജിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അത് വെറും ഒരാളുടെ വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു RSS പ്രവർത്തകന്റെ വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് പറഞ്ഞോളൂ. അത് വെറുതെ വരുന്നതല്ലത്. അത് അവരുടെ പ്രോസസ്സിന്റെ തന്നെ ബഹിഷ്കരണമാണ്. അത് അറിയാണ്ട് വന്നു പോയതല്ലത്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. അത് അവരുടെ ചിന്തയുടെ പ്രതിഫലനം തന്നെയാണ്. എനിക്കക്കാര്യം സംശയമില്ല. പക്ഷെ അവരുടെ ചിന്ത എന്നുള്ളത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് ഉറപ്പുള്ള ഒരാളെന്ന നിലയ്ക്കാണ് എനിക്കതിന് ഭയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് RSS 94 വർഷമായി RSS ഇന്ത്യ പ്രവർത്തിക്കുന്നു. RSSന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ RSSന് ഇന്ത്യയുടെ ചിന്തയെ സ്വാധീനിക്കാൻ പറ്റിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. BJP അധികാരത്തിൽ വന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് BJP അധികാരത്തിൽ വന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ RSSന്റെ RSSന്റെ ഫാസിസ്റ്റ് ഐഡിയോളജിക്ക് ഇന്ത്യയുടെ ചിന്തയെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനും 80% ഇന്ത്യയിലെ ഹിന്ദുക്കൾ RSSന്റെ ഹിന്ദുത്വമാണ് ഞങ്ങളുടെ ഹിന്ദുയിസം എന്ന് അംഗീകരിക്കും എന്ന് പോലും ഞാൻ കരുതുന്നില്ല. അപ്പൊ എനിക്ക് അതിനെ സംബന്ധിച്ച് എനിക്ക് ഭയമേ ഇല്ല. അത് ഇത്തരം ഫാഷിസ്റ്റ് ഐഡിയോളജികൾ നമ്മുടെ പോലത്തെ ഒരു നാട്ടില്, ഹിന്ദുമതം പോലെ അടിസ്ഥാനപരമായി ലിബറൽ ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു നാട്ടിൽ അതിന് എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് നല്ല ധാരണ. അതുകൊണ്ടാണ് 94 വർഷം മുമ്പ് RSS ഉണ്ടായിട്ട് RSS അതേപടി നിൽക്കുകയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും RSSന്റെ തരത്തിലുള്ള ഹിന്ദുത്വത്തെ അംഗീകരിക്കാതിരിക്കുന്നതും. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് ഭയമേ ഇല്ല. പക്ഷെ ഇങ്ങനൊരു തോട്ട് പ്രോസസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് RSSന്റെ തോട്ട് പ്രോസസ്സാണ്. അത് ജനാധിപത്യത്തെ നിരാകരിക്കുന്നതാണ്.
മനുഷ്യരുടെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശം നിരാകരിക്കുന്നതാണ്, ഇന്ത്യൻ ഭരണഘടന നിരാകരിക്കുന്നതാണ് എന്നുള്ളത് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ സിഗ്നലുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം അവർ ഓർമ്മിപ്പിക്കുന്ന മാത്രം കണക്കാക്കിയാൽ മതി. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കെ ജെ ജേക്കബ് ഞങ്ങളോട് പ്രതികരിച്ചത്. സാക്ഷി മഹാരാജന്റെ പരാമർശമാണ് ഇന്നലെ ഉണ്ടായത്. അതായത് 2024 ശേഷം ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, മോദിയുടെ കീഴിൽ ഈ ഭരണം അതങ്ങനെ തുടർന്നു പോകും, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മോദി സുനാമിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള എന്നും വിവാദ പരാമർശങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാക്ഷി മഹാരാജാണ് ഇന്നലെ ഈ പരാമർശത്തിൽ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം നടത്തിയത്. അതൊരു വെറും വാക്കല്ല, അത് ഒരു മനസ്സിലിരിപ്പ്, RSSന്റെ മനസ്സിലിരിപ്പ് സാക്ഷി മഹാരാജിലൂടെ പുറത്തു വന്നതാണ് എന്നാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി പറഞ്ഞത്. ഫ്രോയിഡിയൻ സ്ലിപ്പ് ഓഫ് ടങ് എന്ന ഒരു അവസ്ഥയാണ്, അതെന്നും മാനസികമായ ഒരു അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത്. ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരനുമായി നടത്തിയ അഭിമുഖം അന്യോന്യം പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് MA ബേബിയുമായി ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ നടത്തിയ അന്യോന്യത്തിന്റെ പൂർണ്ണരൂപമാണ് ഇനി ഉള്ളത്. അതിലേക്ക്